ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കളിക്കാൻ മൈൻക്രാഫ്റ്റ് ആണ്. അപ്പം നമ്മളിന്ന് നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, കുറേ വർഷം എന്ന് പറയുകയാണെങ്കിൽ 5 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ ചാനലിൽ ഈ വീഡിയോ ഇടുന്നത്. എന്തുമാത്രം കാലത്തിന് ശേഷമാണ് ആലോചിച്ചത്. അപ്പോൾ അന്നൊക്കെ ഇട്ടത് നമ്മൾ മൈൻക്രാഫ്റ്റ്, ഫ്രീ ഫയർ ഒക്കെ ഇട്ടെങ്കിലും അന്നൊക്കെ നമ്മൾ ഇട്ടതിനകത്ത് മൈൻക്രാഫ്റ്റ് നമ്മൾ ട്രെയിലാണ് കളിച്ചത്. ട്രെയിൽ കളിച്ച് ഇഷ്ടം പോലെ വ്യൂവേഴ്സ് കിട്ടി. താങ്ക് യു ടു ഓൾ. എനിക്ക് എന്നെ സബ് ചെയ്തവർക്കും എനിക്ക് ലൈക്ക് ചെയ്യുന്നവർക്കും എൻ്റെ വീഡിയോ കണ്ടവർക്കും എല്ലാവർക്കും താങ്ക് യു. ബിഗ് താങ്ക് യു ഉണ്ട്. കാരണം അത്രയ്ക്കും നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മളിതൊക്കെ ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ കളിക്കുന്നത് മൊബൈലിലാണ്, പണ്ടത്തെ തന്നെ കളിക്കുന്നത്. പക്ഷേ ഇതിപ്പം റിയൽ മൈൻക്രാഫ്റ്റാണ്. മറ്റേത് ട്രയലായിരുന്നു. ഇത് മൈൻക്രാഫ്റ്റ് ട്രയലാണ്. അപ്പം നമ്മളെല്ലാം എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്ര അങ്ങ് ചെയ്താൽ മതി. സിമ്പിൾ സാധനമേ ഉള്ളൂ. കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക, പുതിയ ആൾ തുടങ്ങി അതൊക്കെ പറയും. അപ്പോൾ നമ്മുടെ സ്കിന്ന് നമുക്ക് ഇടാൻ പറ്റാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല, പുതിയ ബഗ്ഗാന്ന് തോന്നുന്നു. നമ്മൾ ഇടാൻ നോക്കിയിട്ടൊന്നും വരുന്നില്ലേ സ്കിന്ന്, എന്താ അറിയത്തില്ല. പോട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കാര്യം. നമ്മൾ ഇന്ന് കളിക്കും മൈൻക്രാഫ്റ്റ്. അപ്പം എല്ലാവരും അങ്ങ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതില്ല, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തേക്ക്, വെറുതെ തന്നെ. അപ്പോൾ നമ്മുടെ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങുന്നതാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങുമ്പോൾ അതായത് ഇത് പറയാൻ പണ്ടത്തെ പോലെ ഒന്നും പണ്ടൊക്കെ മേളിൽ തൊട്ടാൽ മതിയായിരുന്നു. അതൊന്നും പറ്റുന്നില്ല. ഫസ്റ്റ് ഇങ്ങനെ തന്നെയാണ്. അത് പണ്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സിമ്പിൾ സാധനം ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്കൊരു പീസ് മേടിക്കാൻ പറ്റും. എന്താ പറയാൻ, എൻ്റെ കസിൻ ചേട്ടൻ പറഞ്ഞു ഒരു ചാലഞ്ച് തരാം, നിനക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു പീസ് മേടിച്ച് തരാൻ. സത്യം ചേരാനാണ്. അപ്പം നമുക്കൊരു ബ്ലോഗ് ഇവിടെ വെച്ചേക്കാം. സിദ്ധാൻ്റെ വീഡിയോ കാണുന്ന പോലെ സിദ്ധാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ, എൻ്റെ പറയുന്നില്ല. സുധിയാൻ്റെ വീഡിയോ ഓരോന്ന് കാണുമ്പോൾ വീഡിയോ ഇടാൻ തോന്നും. അതാണ് ആ സുധിയാൻ്റെ പവർ. സുധിയാൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്തു ഒന്ന് കാണിക്കൂ, നോക്കട്ടെ എത്ര ആൾക്കാർ സുധിയാൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ. നമുക്കിപ്പം അത് തന്നെ അതുപോലെ വെച്ചു. പിന്നെ കാണാം ഈ ബ്ലോക്കിൽ നമുക്ക് തുടങ്ങി. അപ്പോൾ നമുക്കിതെല്ലാം എടുക്കാം. അതിനുമുമ്പ് ഞാൻ പറയുമല്ലോ, അപ്പോൾ എല്ലാവരും താങ്ക് യു, എല്ലാം സഹായിച്ചു. അപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഞാൻ വീഡിയോസ് ഇടുകയാണ്. ദിവസം ഒരു വീഡിയോ ചെയ്യാം. അരമണിക്കൂറിൻ്റെ വീഡിയോ ഇടുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ 20 മിനിറ്റിൻ്റെ വീഡിയോസ് ഇടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അത് അങ്ങനെ ഇടുന്നത്. അപ്പം ഈ കുത്തുകുത്തിടയ്ക്ക് വരുന്നത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തപ്പോഴപ്പോൾ അപ്പം നല്ല വീഡിയോസ് കാണാൻ നിങ്ങളെല്ലാം എന്നെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ പറയും, നിങ്ങൾ സബ്സ്ക്രൈബിലേക്കും ചെയ്യും. 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് സന്തോഷമായിരിക്കും. ഇപ്പം ഞാൻ 20 സബ്സ്ക്രൈബേഴ്സിലായിരിക്കും. എല്ലാവരും ഇതെൻ്റെ ഫാൻസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഇതെൻ്റെ ഫാൻസ് മാത്രമല്ല, 1000 ഫാൻസ് ആയാലും എല്ലാം സബ്സ്ക്രൈബിലേക്കും ചെയ്യും. താങ്ക് യു ടു. അപ്പം നമ്മൾ അത്രയ്ക്കും പ്രോസൊന്നുമല്ല. നമ്മൾ കുറച്ചാൾ മുമ്പ് അന്ന് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ പണ്ട് ഡൗൺലോഡ് ചെയ്തായിരുന്നു. അനിയൻ കളിക്കുമ്പോൾ ഞാൻ കൂടെ നിന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ കളിച്ചു വന്നപ്പോൾ ബെഡ് വാർക്ക് കളിക്കാൻ സൈനിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് എൻ്റെ ഫോൺ അടിച്ചു പോയി. തയ്ച്ചെടുത്ത് നന്നാക്കിയെടുത്താണ്. അപ്പം സെറ്റാക്കിയതാണ്. കോമേഴ്സ് എടുത്തോട്ടെ. അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് കേവ് ലൈഫ് പോലെ അല്ല ഈ ലെറ്റ്സ് പ്ലേ സീരീസ് ആക്കി മാറ്റാൻ പറ്റും. വേണമെങ്കിൽ പറയാം, ഞങ്ങൾ കമൻറ്റ് ചെയ്യൂ എന്ത് ചെയ്യണമെന്ന്. സുധിയാണ് എൻ്റെ ഫാൻസ്. സുധീന്ന് എഴുതിയിട്ട് ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ കോഴി കരയുന്നു, എന്നെപ്പോലെയാണ്. അപ്പം നമ്മളിപ്പോൾ കളിക്കുന്നതൊക്കെ മൊബൈലിലാണ്. നിങ്ങൾ കണ്ടല്ലോ. നമ്മളിപ്പം ഇവിടെ നിന്ന് എസ്കേപ്പ് ഇവിടെ നിന്ന് കയറി ഇങ്ങോട്ടിൽ നിന്ന് പോകണം. എസ്കേപ്പാണ്. നമ്മൾ ഇപ്പോൾ സർവൈവലാണ്. ഇതിൽ നിന്ന് മാക്സിമം നമ്മൾ ചാവാതിരിക്കാൻ ശ്രമിക്കും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കറിയാലോ ഗൈസ്, ഞാനൊരു ന്യൂബാണ്. എപ്പോഴാണ് ഞാൻ ചാവും. അപ്പം നിങ്ങൾക്ക് ആദ്യം ടൂൾസ് ഒന്നും ഉണ്ടാക്കിയെടുത്തേക്കാം. ഓക്കെ, ഞാൻ ആ സമയത്ത് ബെഡ് വൺ കളിക്കുന്നതിന് കീബോർഡ് മൗസ് ഉപയോഗിച്ച് കളിക്കുമായിരുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ കീബോർഡും പോയി മൗസും പോയി. അത് മേടിക്കാൻ പോലും പൈസ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിട്ട് നിങ്ങളെ കളിച്ച് കാണിക്കായിരുന്നു.
അതുകൊണ്ടാ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യും, എന്നെ സഹായിക്കൂ ഗൈസ്. അപ്പം ഒരു ചേട്ടൻ്റെ ചാലഞ്ചും കൂടെ ആവുകയാണെങ്കിൽ ഒരു പ്രതികാരമാവും. ഗൈസ് നിങ്ങൾ സഹായിക്കൂ. സുധൻ്റെ ഫ്രണ്ട്സ് എല്ലാം നല്ല ഇതുണ്ട്, ലാഗ് ഉണ്ട് ഇടയ്ക്ക് വരും, നല്ല ലാഗാണ്, ഭയങ്കര ലാഗ്, ഭയങ്കര വേണം. പോലീസ് ഞാൻ മൊബൈൽ വെച്ച് കളിക്കാൻ അറിയായിരുന്നു, പക്ഷേ കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ കളിക്കാൻ ഞാൻ രണ്ടര ഡിസ്റ്റൻസ് വെച്ചിട്ട് കുറച്ചിട്ടു, ഒരു 8 വലിയ വേണം, പിന്നെ അത് കുറച്ചിട്ടിട്ട് വരാം. ഓക്കെ, കുറച്ചിട്ടിട്ടുണ്ട്, നേരെ കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പോവാം. ഓക്കെ, പോവാം ഗൈസ്. ഇപ്പം പണ്ട് ഞാനാണെങ്കിൽ പണ്ട് ഇപ്പോൾ കളിക്കാൻ നൂപത്തരം കണ്ടു. എന്ത് പണ്ട് ഇച്ചിരിയേക്കാളും നൂപത്ത് മാറിയിട്ടുണ്ട് കേട്ടോ. ഉദ്ദേശിച്ചത് ഇപ്പം നൂപത്തരം ഉദ്ദേശിച്ചത് കളിക്കുന്ന രീതിയിലല്ല, മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ ഇച്ചിരിയുടെ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ കളിക്കുന്ന രീതിയിൽ അന്നത്തേക്കാളും നല്ല ബോറായി. ഞാൻ അറിയാൻ ഇത് പൊട്ടനേക്കാളും ഭ്രാന്തല്ലേ. ഇപ്പം ഒക്കെ സെറ്റ് എൻ്റെ പൊന്നി. പിന്നെ നമുക്ക് ഇവിടെ എങ്ങോട്ടെങ്കിലും പോവാം. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ വാട്ടർ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നല്ല ജനങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ രക്ഷപ്പെടും. ഇവിടെ തന്നെ കണ്ടില്ലേ, എല്ലാം പോവാം. ഇടയ്ക്കിടയ്ക്ക് ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സോറി. ഓക്കെ, അപ്പോൾ ഈ മണ്ടയിലോട്ടൊന്ന് കയറണമല്ലോ. നമ്മൾ പ്രോ ആയതുകൊണ്ട് ഒറ്റ ചാട്ടത്തിന് കയറത്തുള്ളൂ, ചാടി കയറത്തുള്ളൂ. 1 2 ഓക്കെ. എന്നിട്ട് ഇതിന് മണ്ടയിൽ വെച്ച് കയറി. ഓക്കെ, ഇനി ഫുൾ 100 ഡിസ്റ്റൻസ് കൂട്ടിയിട്ടിട്ട് നോക്കണം. അടുത്ത വല്ല വില്ലേജോ വല്ല മാങ്ങത്തൊരി വല്ലതും ഉണ്ടോ. ഹായ് പശു, സുഖമാണ്. നമുക്കിപ്പം സെറ്റിങ്സ് കയറി ഒന്ന് ഓണാക്കിയിടാം. ഇവിടുന്ന് കാണാൻ മേല നല്ല വ്യൂ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ വീടൊക്കെ ഉണ്ടാക്കിയതാണ്, പവർ സാധനം. അച്ചീവ്മെൻറ്റ് കനോട്ട് ബി അതിൻ്റെ അടുത്തില്ല. ഓക്കെ, ഇവിടെ നിന്നുണ്ടായിരുന്നു എൻ്റെ ആയിട്ടെടുക്കുക. അത് 18. രസമാണ്, പവർ തന്നെ. ഹായ് പശുവേ. പശുവിനെ നമുക്ക് മണിക്കുട്ടി മണിക്കുട്ടി എന്തില്ലാകെ എൻ്റെ ദൈവം. ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, അതൊന്നും കുറച്ചിടാം. ഞാനില്ലാതെ നമ്മൾ കാണുന്ന പോലെ അല്ല, കളിക്കാനേ പറ്റുന്നില്ല. പിന്നെ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ PC-യിലൊക്കെ കളിക്കുന്നവർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് എന്നാ രസമായിരിക്കും. ആലോചിച്ച് വലിയ സ്ക്രീന്. സോറി, PC കുറച്ച് മൊബൈൽ പ്ലേയേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ മൊബൈൽ പ്ലേയേഴ്സ് ഉണ്ട്. അവരുടെക്കാൾ ഏറ്റവും പൊട്ട ഫോണാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറ്റം പറയുന്നത്. സോറി മൊബൈൽ പ്ലേയേഴ്സ്, സോറി, എന്നോട് ക്ഷമിക്കുക. പക്ഷെ അത് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതിരിക്കല്ലേ. സോറി ഫ്രണ്ട്സ്, സോറി. നമുക്കൊന്ന് കുറച്ചിടാം, അല്ലെങ്കിൽ അങ്ങേറ്റം ലാഗാവും. ഇതിട്ടോണ്ടൊക്കെ ഒന്ന് കളിച്ചു നോക്കി ചത്തു പോകും. പക്ഷേ ഞാൻ പണ്ട് വന്ന സമയത്ത്, ഞാൻ എട്ടിപ്പടിച്ചപ്പോൾ, ഇപ്പം 9 എട്ടിപ്പടിച്ച സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കളിക്കുമായിരുന്നു. വീഡിയോ ഒന്നും എടുത്ത് കളിക്കാറില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോർമലി ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സ്കൈവാർ അങ്ങനെ കളിച്ച് നടക്കുക. അപ്പോഴൊക്കെ PC-യിലെ കീബോർഡും മൗസും കണക്ട് ചെയ്ത് സൂപ്പറായിട്ട് കളിച്ച് നടക്കുക. ഇപ്പം ഞാൻ പേരിലും ഗെയിമറാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും എന്തോ അണ്ണ എന്നൊക്കെ പറയാൻ ഒരു 18 പോലും കഴിയാത്തൊരു അന്നൊക്കെ. അതുകൊണ്ട് ആൾക്കാർക്ക് ഇച്ചിരി പുച്ഛമുണ്ട്. പക്ഷേ സുധിയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഇപ്പോഴും ശരിയായി. സുധിയാണ് എൻ്റെ ഓരോ വീഡിയോ എൻ്റെ ഇൻസ്പിറേഷനാണ്. പവർ ഇതൊന്ന് കുക്ക് ചെയ്യാം. പുതിയ അപ്ഡേറ്റുകൾ ഇഷ്ടം പോലെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്കിപ്പോൾ ഇച്ചിരി മരം പോയിട്ട് അതോടെ ഇന്ന് വേഗം ചൂടാവട്ടെ. ഇതങ്ങ് എക്സ് താഴേക്ക് എടുക്കും.
അതങ്ങെടുക്കാം. അപ്പം നമ്മളിതൊക്കെ സെറ്റാക്കി മുകളിൽ ഞങ്ങൾ എടുക്കണമല്ലോ, അതങ്ങ് പൊട്ടിക്കാം. ഓക്കെ. പിന്നെ ചിലവർക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, നമ്മൾ ഇൻറ്ററി ഇരിക്കുന്ന ടാക്സ് ഒക്കെ കൈ പിടിക്കാതെ ഒരു ബോക്സ് തന്നെ, അതിൻ്റെ പേര് നമ്മൾ അതിൻ്റെ മേളിൽ ഈ ഹാർട്ട് വരുത്തുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് അറിവ് കുറവ്, അറിയാത്തില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. സിമ്പിൾ സാധനം. അത് നേരെ പോയി ഇതെടുക്കുക ഉദ്ദേശിച്ചത് സെറ്റിങ്സ് കയറിയിട്ട് ക്ലാസിക്കും പിന്നെ അതുപോലെ തന്നെ പോക്കറ്റും കാണും. നൈറ്റായി എൻ്റെ ദൈവമേ, വിട്ട് ഫുഡും ഇല്ല, ഓടാനും മേല. ഫുഡെടുത്തിട്ട് അപ്പോൾ കഴിയാം. അപ്പം ക്ലാസിക് പോക്കറ്റ് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ പോക്കറ്റ് താഴെപ്പോയിട്ട് ദൈവം കൈ കയറിയോ താഴെപ്പോയി തോന്നുന്നു. ഓക്കെ. അപ്പം ക്ലാസിക് പോക്കറ്റ് അത് അങ്ങനെ പറയുന്നതിനകത്ത് നമ്മൾ ക്ലാസിക് എടുക്കണമെങ്കിൽ തന്നെ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ മേളിൽ മൊബൈൽ ഫോണിൽ കളിക്കും. ക്ലാസിക് ആകുമ്പോൾ നമ്മൾ ഈ ബെഡ് വർക്ക് കളിക്കുക, അതായത് PC കളിക്കുന്ന ബെഡ് വർക്ക് പ്ലേയേഴ്സിന് വേണ്ടിയുള്ള. നമ്മളിതിൽ വരുമ്പോൾ നമുക്ക് ഒരു പവർ നമുക്ക് കാണുമ്പോൾ ഒരു ലുക്ക്. ഞാനൊരു ഹാർഡ്വെയറിലാണോ വെച്ചിട്ട് എൻ്റെ അമ്മേ അതിൻ്റെ വായ്പ വരുന്നതിന് ആ വെള്ളക്കുത്ത് ചാഴത് വരുന്ന കണ്ടാലും അറിയാമല്ലോ ഞാൻ എന്തുമാത്രം പേടിച്ചിട്ടാണ്. സ്പൈഡറിൻ്റെ തൊട്ടടുത്തൂടെ ആടാൻ പോയി. അവൻ സ്പൈഡർ ഒന്നും കണ്ടില്ല. ആ സ്പൈഡറിൻ്റെ ചന്തയ്ക്ക് തട്ടിയിട്ട് ഞാൻ പോയി. എന്തോടെ ഈ ചിലവരൊക്കെ ഇതൊക്കെ ഇട്ട് ഇങ്ങനെയാണ് ഈ സ്പീഡ് റണ്ണൊക്കെ കളിക്കുന്നത്. ഇവരെയൊക്കെ സമ്മതിക്കണം. ആൾക്കാർ പവർ സോംബീസ്. നമുക്ക് ഈ സ്ഥലത്തോട്ട് ഇങ്ങോട്ട് പോവാം. ഇതാകുമ്പോഴത്തെ മറ്റേ ജംഗിളോ പ്ലെയിൻസോ അങ്ങനെയുള്ള സാധനമില്ലേ, ആ പ്ലെയിനാന്ന് തോന്നുന്നു. ജംഗിളാണെന്ന് തോന്നുന്നു. അവിടെ അതിലെല്ലാം ജംഗിള് ശ്രദ്ധിച്ചായിരുന്നു. പ്ലെയിനാന്ന് തോന്നുന്നു. പച്ചാണോ ജംഗിളാണോ പ്ലെയിനാണെന്ന് അറിയത്തില്ല. നമുക്ക് ആ സൈഡ് നോക്കി അങ്ങ് ഓടാം. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഞാൻ ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഗൈസ്, ഞാൻ ഇപ്പോഴും എല്ലാവരുടെയും വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുള്ള ശ്രുതിയുടെ ആയാലും ആരുടെ ആയാലും ഇങ്ങനെ ഒരേ ഒരു വഴി ഓടിക്കൊണ്ടാകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും വെച്ച് ഈ വില്ലേജ് പോവോ അല്ലെങ്കിൽ ഔട്ട് പോസ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കാണുന്നത്. ഞാൻ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ അങ്ങനെ പോവാണ്. ഇങ്ങനെ പോകാം. പ്ലെയിൻസ് ആയിട്ടത് പ്ലെയിൻസ് പോകുന്നു. ഇവിടെയൊക്കെ വീടൊക്കെ വെക്കണം. പവർ കുഞ്ഞ് എൻ്റർമെൻറ്റ് അങ്ങനെയല്ലേ പറയുന്നത്. സോംബി വരുന്നുണ്ട്. 2 സ്കെൽട്ടൻ സൈഡിൽ കൂടെ പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ചടിച്ച് പോകാം. കാണിക്കുന്നത് അവിടെ നോക്കുന്നു. വെള്ളമാണോ ഐസാണോ? രണ്ട് എൻ്റെ പൊന്നോക്കെ ഇവിടെ വീടുണ്ടായിരുന്നു. പൂക്കളും എൻ്റെ അമ്മ പവറേ ഇതൊക്കെ എന്ത് പവർ, സൂപ്പർ സാധനം. ഇവിടെ എൻ്റെ 3 സോംബീസ് എനിക്ക് തോന്നിയ ഹാർഡായിട്ടാണ് കണക്കെന്ന് വെച്ചത്. ഈ സൂര്യൻ ആ സൈഡിലാവും അസ്തമിക്കാണോ പുനർജനിക്ക് എനിക്കത് അറിയത്തില്ല. തൊട്ട് പുറകിലില്ല ആ ഒരു ഇത് പൊട്ടെന്ന് വെച്ചാൽ പൊട്ടുന്നതല്ല കമ്പ്. പിന്നെ രണ്ടാമത്തെ എനിക്ക് പറയാൻ മാമ ഇതില്ലേ മറ്റേ ഒച്ചയില്ലല്ലോ, മറ്റേ എന്താ പറയുന്നത് ഇതുമായിരുന്നു മറ്റേ ഭയങ്കര ബ്ലോക്ക് കൊട്ടുന്ന ഒരു ഒച്ചയില്ലല്ലോ. ഒച്ചവണ്ണം അറിയത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ സ്ക്രീൻ റെക്കോർഡിങ് ഓണാക്കി കഴിഞ്ഞ് കളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയുള്ള ക്രീപ്പർ ഒന്നും സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അടിച്ചു കൊല്ലും. അടി എത്താൻ കിട്ടും കൊള്ളാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ സംഭവം. അപ്പോൾ അതാണ് പറ്റിയത്. അടുത്ത വീഡിയോ മുതൽ നല്ല ഒച്ചയിൽ ഞാൻ വെക്കാം. ഒച്ച മീൻസ് കയറി ഓപ്പണിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കൂടെ കയറുക.
അടുത്ത വീഡിയോ മേലെ ഒച്ച കാണും. ഞാനത് സെറ്റിങ്സിൽ കയറി ഏതാണ്ട് ചെയ്യണമുണ്ടായിരുന്നു. അയ്യോ സ്പൈഡർ സെറ്റിങ് ചെയ്യാനും പറ്റുന്നില്ല. അല്ല അതല്ല എൻ്റെ പ്രശ്നം. ഞാൻ അവിടെ ഒരു പൗസ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ നിന്ന് അമ്മച്ചി വിളിച്ചായിരുന്നു എന്നെ, എൻ്റെ ഗ്രാൻഡ് മദർ. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ പൗസ് ചെയ്തിട്ട് പോയി. അപ്പോൾ ഞാൻ ചത്തോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടിയ കുഴിയകത്ത് കയറി പോയിരുന്നു. അത് നല്ല ഗെയിം. എന്നകത്ത് കയറി അങ്ങോട്ട് ഇറങ്ങി പോകായിരുന്നു. ഇനി സംസാരിക്കാൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇത് ടെക്സ്റ്റ് ആക്കി കേൾക്കും. നല്ല കേൾക്കും. അതിനകത്ത് കേൾക്കും. നല്ല ഗെയിം. അതിനകത്ത് പോയിരിക്കുമ്പോൾ എന്നാ പവറായിരിക്കും ആലോചിച്ചു. അത് റിവർ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് നീന്തിപ്പോൾ പോയി മുങ്ങട്ടെ. ഹായ് മീനെ. മുങ്ങാകുഞ്ഞല്ലേ, മുങ്ങാമെന്നല്ലോ അങ്ങനെയാണ്ട് പറയത്തില്ല നിങ്ങൾ. മുങ്ങാങ്കുഴി അങ്ങനെ എന്താന്ന് തോന്നുന്നു. നമുക്കൊരു സൈസ് എങ്ങോട്ടോ അങ്ങോട്ടോ നല്ല വെള്ളം. തിരിച്ചു പോകണം. അല്ലാണ്ട് ഈ വഴി പോകാൻ എന്തായാലും ഇതിലൊരു വഴി പോയാൽ അടിച്ചടി സ്കേർട്ടൊക്കെ അടിക്കരുത്. നമ്മൾ അവിടെ തന്നെ പോവും. എന്നോടെ കളി 2-3 പൂവ് പുറത്തേക്ക് പോകണം. ഞാൻ പിന്നെ 3 പൂ എടുത്തായിരുന്നു ബെഡ് ഉണ്ടാക്കും ഷീപ്പിനെ ഞാൻ കണ്ടാൽ. ക്രീപ്പർ എടാ വില്ലേജ് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ കണ്ടായിരുന്നു വില്ലേജ് സൈഡ് വല്ലതും? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനിപ്പോഴാണ് കണ്ടത്. നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കി വില്ലേജിൽ എൻ്റെ സൈഡിൽ കൂടെ കണ്ടില്ലയോ? ആദ്യം കിടക്കട്ടെ. ഓക്കെ ഇനി ഒന്നും കിടക്കട്ടെ മാറിക്കാൻ കിടന്നു. പുള്ളിക്ക് ദേഷ്യം കയറി സന്തോഷമായി. ഞാൻ വിഷ്ണു സെറ്റ് ചെയ്ത് നമ്മൾ അതൊക്കെ കണ്ട് ഒരു പോയിന്റ് അത് മതി. ഒരു പെയിൻറ്റ് 3 ഒബ്സീഡിയൻ. ഇവിടെ ഒബ്സീഡിയൻ പിടിക്കട്ടെ. ഗോൾഡ് 2 ചുമ 2. ഇത് നമുക്ക് ഒബ്സീഡിയൻ ഇത് മാറ്റിയിട്ട് അത് മാറ്റി ഇവിടെ 1 2 3 4 മുട്ട. ഇതിനകത്ത് 3 ഉണ്ട്. ഇവിടെ 1 ഉണ്ട്. 4 ഇപ്പം ഇനി ഡയമണ്ട് തന്നെയാണ്. ഡയമണ്ട് പിക്കാക്സ് ഒപ്പിച്ചിട്ട് വേണം. എന്നിട്ട് വേണം നെതറിൽ പോകാൻ. എല്ലാം ഉണ്ടാക്കാൻ അറിയാം എനിക്ക്. പക്ഷേ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കുന്ന എന്തോ ഒരു ഇവിടെ നമ്മൾ സ്റ്റാക്കായി കേട്ടാ. ഒരു ഹെൽമെറ്റിനോട് കിട്ടിയാൽ മതി. ഹെൽമെറ്റിനുള്ള ഒരെണ്ണോടെ ഉണ്ടെങ്കിൽ വരും. ബ്രെഡ് അത് മതി. ഇവിടെ ലാഭിച്ചു. ഓക്കെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി ഇത് ഒരെണ്ണോടെ ഉണ്ട്. പവർ താനേ പോയി നോക്കട്ടെ. ഇനി 21 ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമയത്തൊക്കെ അല്ലേ നമ്മൾ ലക്കി സിറ്റുവേഷനായിരുന്നു. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. എന്തുവാ ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ ലക്ക് ഇങ്ങനെ ഒറ്റ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നു. 100% സത്യമാണ്. പിടികിട്ടിയിരിക്കില്ല. പക്ഷേ പിടികിട്ടിയില്ല ഗൈസ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേലും കഴിഞ്ഞ് കയറി പോകാം. ജസ്റ്റ് പാട്ടിട്ട് കൊള്ളാക്കുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ഇത് പിന്നെ കൊല്ലണം. കൊന്നു കഴിഞ്ഞാൽ ജയം കിട്ടും. പക്ഷേ നമുക്ക് പിന്നെ ഇവിടെ ഒന്നും കാണത്തില്ല. ശരിയാ. നമുക്ക് ഇവിടെ തന്നെ ഒരു ബേസ് ഉണ്ടാക്കും. ഇവിടെ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് വെള്ളത്തിൻ്റെ മേളിൽ ഷിപ്പ് മീൻകാരൻ്റെ ആണെന്ന് തോന്നുന്നു. വീട് 6 ഓക്കെ. ഹൈവേയിലുണ്ട്. ഇതുവരെ ഞാൻ ഒരു ഷീപ്പും കുഞ്ഞിനെ പോയിട്ട് അതിനെപ്പോലും കാണുന്നില്ല. പൂച്ചക്കൊട്ട. ഹലോ, ഞാൻ ഷീപ്പിൻ്റെ സൈഡിൽ കണ്ടു. ബെഡൊന്നും ഇവിടെ റെസ്പോൺസിബിലിറ്റി സെറ്റ് ഉറങ്ങണ്ട. സെറ്റ് ഓക്കെ. എനിക്ക് ഇവിടെ തന്നെ ഒരു ബേസ് ഉണ്ടാക്കി. ഈ സൈഡിൽ നല്ല രസമാണ് കാണാൻ. പിന്നെ വില്ലേജസിന് അകത്ത് തന്നെ കൂട്ടുകയാണ്. അല്ലെങ്കിൽ പിന്നെ പണിയാവും. അടുത്ത വീഡിയോയിൽ നമുക്ക് അവനെയൊക്കെ ചെയ്തിരിക്കും. ആ ഷീപ്പിനെ ഒന്ന് കൊല്ലണമല്ലോ. കൂട്ടുകയാണല്ലോ അകത്ത്. ഒരു ഐഡിയ ഉണ്ട്. പൊട്ടിച്ച് കയ്യിലെടുത്തത് സെറ്റ്. എന്നിട്ട് കയ്യിലോട്ട് ഇത് എന്നിട്ട്
ഓക്കെ സെറ്റ്. ഓക്കെ 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 നല്ല ലാഭം. ഇങ്ങോട്ട് വേടാം, ഇങ്ങോട്ട് വേടാം. കയറി 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 വേണം. ഡോർ പൊട്ടിക്കണോ? പൊട്ടി. ശരി, നമ്മുടെ ഇതാണ് ഡോർ കൊടുത്ത് ഇവിടെ നിന്നാണ്. ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണിയാവാൻ തോന്നുന്നു. ഇവിടെ നിന്നോണേ അങ്ങനെ മറ്റേ ഇവിടെ നിന്നാണേ. ഡോറ് വെക്ക് വെച്ച് തുറക്കാൻ നമുക്കിനി ഓക്കെ ഡേ 1 ആയി കേട്ടോ. ഡേ 1 കുഴിച്ച് കൊള്ളാം. ഞാനൊരു പുതിയ ബെഡ് വെറൽ ചെന്നത് ഒരു ട്രിക്ക് അടിച്ചായിരുന്നു. സ്പീഡ് ബ്രിഡ്ജിങ്. നമ്മൾ പണ്ട് ബ്രിഡ്ജ് ചെയ്യാൻ നോക്കി ഇങ്ങനെ സ്ട്രീക്ക് ചെയ്ത് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളൊക്കെ മാറ്റിയത് സ്പീഡ് ബ്രിഡ്ജിങ്. കേട്ടോ കയറട്ടെ. 20 മിനിറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 25 ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ പുറമോട്ട് വന്നാൽ 1 2 3 4 മിനിമം മുമ്പിലോട്ട് 3 ബ്ലോക്കാണ്. ഞെക്കി പിടിച്ച് ചാടണ്ട. ഇനി ചാടണമെന്നുണ്ടെങ്കിൽ ചാടാം. ഇത് ഞെക്കിയിട്ട് പോകണം. കാണിച്ചാൽ 3 2 1 ഓക്കെ. നമുക്ക് പൊട്ടിച്ചെടുക്കുന്നതിൻ്റെ ബ്ലോക്കില്ല. ഇത് വേണ്ട. ചെറുതായി ഇത് ബ്ലോക്കാക്കാം. ഒരു 20 ആക്കാം. 3 2 1 കണ്ടോ. ഞാനിപ്പോൾ താഴെപ്പോൾ കുറേ നമുക്ക് ശേഷം കളിച്ചുണ്ടോ. ഇതൊന്ന് സ്റ്റേഴ്സാക്കി. ഇത് ഇവിടെ നെറ്റിവിടെ, ഇത് നെറ്റിവിടെ, നെറ്റ് താഴെ ഇവിടെ, നെറ്റ് ഇവിടെ, നെറ്റ് താഴെ. എന്നിട്ട് ഇനി മേളിക്കാരൻ ബ്രിഡ്ജ് ചെയ്യാം. സെറ്റ് ഇനി ഇതിട്ട് ബ്രിഡ്ജ് ചെയ്യാം. അത് എളുപ്പം. ഇത് കണ്ടോണ ഗൈസ്. ഇവിടെ നമ്മൾ ഓടി വന്ന് ഞാൻ സാറിന് ഓടി വന്നിട്ട് ഇങ്ങനെ പോകും. സെറ്റ് കൈ സ്ക്രീൻ താഴോട്ട് വെക്കാം. പൊക്കി വെച്ച് കഴിഞ്ഞ് പണി ശരി. ഉണ്ടോ 2 എണ്ണം വന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓടി വന്ന് ഇത്ര അങ്ങോട്ടൊക്കെ കാണിച്ചു. 3 2 1 ഓക്കെ. ഫ്ലോ ചെയ്യുന്നത് 3 2 1 നമ്മൾ പ്രോ എന്നിട്ട് താഴോട്ട് വരും. ഇതാണ് സിനിമ. അപ്പോൾ ഈ ബ്ലോക്കൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത ഇതിൽ വന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒരു വീഡിയോ കൊണ്ടുവരാം. ഓക്കെ സെറ്റ്. സെറ്റ് അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും താങ്ക് യു. ബൈ. എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഇപ്പോൾ ആരും പോയില്ല. ഒരു സെക്യൂരിറ്റി പോലെ ഇവിടെ ഫ്രണ്ട് താഴെ ഞാൻ തോന്നുന്നു. അതേ കണ്ട് ഈ ക്ലാസിക് പോക്കറ്റ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വീഡിയോയിൽ കാണുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു. ബൈ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ വീഡിയോ കാണാൻ നിന്ന് വന്നതിന് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഇങ്ങോട്ട് ചെയ്തിരിക്കണേ. ഇങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കിയിട്ട് നിങ്ങളുടെ കാണും. ഓക്കെ. അപ്പം സുധി ലവേഴ്സ് സുധി എന്ന് കമൻറ്റിൽ എഴുതിയിട്ട് ഒരു ഹാർട്ട് പോയിട്ടേക്കണം. ലവ് യു ഗൈസ്. താങ്ക് യു ടു ഓൾ. എനിക്ക് ഇതിനെതിരെ കണ്ടതിന് താങ്ക് യു. അപ്പം ശരി എന്നാൽ എല്ലാവർക്കും ബൈ. സീ യു.